എല്ലാവർക്കും ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അതിവിശേഷകരമായ നാളത്തെ ദിവസത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കാർത്തിക് പൂർണിമ, അതായത് കാർത്തിക മാസത്തിലെ പൗർണമിയാണ് നാളെ. എന്താണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? ദീപാവലിയേക്കാൾ മഹത്തരമായ ദിവസമാണ് നാളെ. നാളത്തെ ദിവസം അറിയപ്പെടുന്നത് തന്നെ ദേവ് ദീപാവലി എന്നാണ്. ഭഗവാൻ മഹാദേവൻ ത്രിപുരാസുരനെ വധിച്ച സന്തോഷത്തിൽ ദേവകളെല്ലാം ഭൂമിയിലോട്ട് ഇറങ്ങി വന്നത് വാരണാസിയിലാണ്, കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ. അവിടെ വന്ന് അവരെല്ലാവരും ഗംഗാതീരത്ത് ദീപങ്ങൾ തെളിയിച്ച് ആ അസുരനെ നിഗ്രഹിച്ച സന്തോഷം ആഘോഷിച്ചു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ ദേവ് ദീപാവലി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇന്നത്തെ ദിവസം വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്താൽ നമ്മുടെ മുൻ തലമുറകളെ പോലും ഒരു ദോഷവും ബാധിക്കാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. തമിഴ്നാട്ടിലൊക്കെ അന്നത്തെ ദിവസം ഭഗവാൻ മഹാദേവന് അന്നാഭിഷേകം ചെയ്യാറുണ്ട്. അതും നമ്മുടെ അന്നത്തിനും വസ്ത്രത്തിനുമുള്ള എന്തെങ്കിലും ദാരിദ്ര്യമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി സർവ്വ ഐശ്വര്യങ്ങളും കുടുംബത്തിന് പ്രദാനം ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ വിട്ടുപോവാതെ തന്നെ ചെയ്യണം. ഇത് നിങ്ങൾ നാളത്തെ ദിവസം ചെയ്താൽ നിങ്ങളുടെ 7 തലമുറകളെയാണ് നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നാളത്തെ ദിവസം ചെയ്യേണ്ടത്? ആദ്യം തന്നെ പൗർണമി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഇന്ന് രാത്രി 10:34 ആരംഭിക്കുന്ന പൗർണമി തിഥി നാളെ രാത്രി വരെയില്ല, നാളെ സന്ധ്യയ്ക്ക് 6:34 കൂടി അവസാനിക്കും. എന്നാൽ പോലും നമുക്ക് നാളെയാണ് പൗർണമിയുടെ എല്ലാ റിച്വൽസും ചെയ്യേണ്ടത്. നാളത്തെ ദിവസം നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം അന്നാഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹത്തിനും ആശീർവാദത്തിനും ഒപ്പം തന്നെ എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾക്കും ഞാൻ പറഞ്ഞതുപോലെ 7 തലമുറകളുടെ ദോഷം മാറ്റി, അന്നത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നുമുള്ള ദാരിദ്ര്യത്തെ മാറ്റി അവർക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു അന്നാഭിഷേകം ചെയ്യുന്നത്. അന്നാഭിഷേകം ചെയ്ത ഭഗവാനെ ദർശിക്കുന്നത് നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യങ്ങൾ തരും എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിലൊന്നും അതത്ര പ്രചാരത്തിലുള്ളതല്ല. പക്ഷെ നമ്മൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം ദേവ് ദീപാവലി നമ്മളെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് പറയാം. അന്നാഭിഷേകം സാധാരണയായി വൈകിട്ടാണ് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് നാളെ സൂര്യ ഉദയം മുതൽ, അതായത് ഒരു 6 മണി മുതൽ രാത്രി 10 മണിക്കുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും അന്നാഭിഷേകം ചെയ്യാവുന്നതാണ്. ചെയ്യേണ്ടത്, വീട്ടിൽ ശിവലിംഗമുള്ളവരാണെങ്കിൽ നന്നായിട്ട് പച്ചരി വേവിച്ച് അത് നല്ലതായിട്ട് വേവിച്ചെടുത്തിട്ട് ആ ശിവലിംഗ രൂപത്തിൽ തന്നെ ആ ശിവലിംഗത്തിൽ ഈ ഒരു പച്ചരി നമ്മൾ ഒട്ടിച്ച് വെക്കണം. എന്നിട്ട് അതിന് ധൂപദീപ ആരതിയൊക്കെ എടുത്ത് ഓം നമഃശിവായ മന്ത്രമോ അല്ലെങ്കിൽ ഭഗവാന്റെ 108 അഷ്ടോത്തരങ്ങളോ ചൊല്ലി അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾ ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞ് ഉടനെ തന്നെ അതിൽ നിന്നും ആ പച്ചരി നീക്കം ചെയ്ത് ഭഗവാനെ ശുദ്ധമായ ജലത്തിൽ അഭിഷേകം ചെയ്ത് വീണ്ടും പൂജാമുറിയിൽ വെക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ശിവലിംഗം ഇല്ല എന്നുള്ളവർ ശിവഭഗവാന്റെ ഫോട്ടോ കാണുമല്ലോ, കുടുംബ ഫോട്ടോയോ ശിവപാർവതി ഫോട്ടോയോ, അതിനു മുൻപിൽ പച്ചരി വേവിച്ച് ഒരു വാഴയിലയിലോ ബ്രാസിൻ്റെ പ്ലേറ്റിലോ വെക്കാവുന്നതാണ്. വെച്ചിട്ട് ഇതേപോലെ തന്നെ ഭഗവാന്റെ 108 അഷ്ടോത്തരം അല്ലെങ്കിൽ ഓം നമഃശിവായ 108 തവണ ചൊല്ലി കൂവളത്തിലകൾ കൊണ്ട് അർച്ചന ചെയ്യാം. ഇല്ലെങ്കിൽ വെറുതെ ചൊല്ലിയാലും മതിയാവും. അതിനുശേഷം നിങ്ങൾക്ക് ആ ചോറ് കഴിക്കാം. ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഒരു ദിവസം നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്ന പച്ചരി ചോറിൽ ഒരു ചോറ് പോലും നമ്മൾ വെറും നിലത്ത് കളയാനോ കഴിക്കാതെ ഇരിക്കാനോ പാടില്ല. കാരണം അന്നത്തെ ദിവസം ഓരോ അരിമണിയും, നിങ്ങൾക്ക് അരിമണി കാണുമ്പോൾ തന്നെ അറിയാം ശിവലിംഗത്തിൻ്റെ ഒരു ഷേപ്പാണ്. അപ്പോൾ അന്നത്തെ ദിവസം ആ ഓരോ അരിമണിയിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു ചോറ് പോലെ, അതിപ്പോൾ ഭഗവാന് സമർപ്പിക്കുന്ന ചോറല്ല, അന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു അന്നം പോലും വെറുതെ കളയാൻ പാടില്ല. കുഞ്ഞു മക്കളൊക്കെ ചോറുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പേരൻസ് തന്നെ അവർക്ക് കൊടുക്കാനും, 1 മണി ചോറെങ്കിലും നിലത്ത് പോയാൽ നിങ്ങളൊന്നും ചിന്തിക്കേണ്ട, ആ ചോറ് അപ്പോൾ തന്നെ കഴിക്കുകയും ചെയ്യണം, വെറുതെ കളയരുത്. കാരണം ഈ ഒരു ദിവസം നമ്മൾ അന്നത്തെ ബഹുമാനിച്ചാൽ നമ്മളുടെ 7 തലമുറയ്ക്കും അന്നദാരിദ്ര്യം ഉണ്ടാവില്ല.
അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ശിവലിംഗമില്ല, വീട്ടിലുള്ളവർ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ അന്നദാനത്തിന് എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ചാക്ക് അരിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ, പച്ചക്കറി ഒന്നും വാങ്ങിച്ചു കൊടുക്കരുത്, ഒരു ചാക്ക് അരിയോ പച്ചരിയോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ 1-2 നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് 1-2 കിലോ അരി വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ ബ്രാഹ്മണർക്ക് 1-2 കിലോ അരി വാങ്ങിച്ചു കൊടുത്താലും ഇതേ ഫലം തന്നെ നമുക്ക് ലഭിക്കും. കാരണം നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ അന്നാഭിഷേകം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്നും കാടില്ല. ഇപ്പോൾ ഈ തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ആയിരിക്കും മിക്കവാറും കാണുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി റിച്വൽ എന്ന് പറയുന്നത് പച്ചരി അല്ലെങ്കിൽ അരി വാങ്ങിച്ച് സമർപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളത് ചെയ്ത് ഭഗവാൻ എന്തെങ്കിലും ഒരു അഭിഷേകത്തിന് ചെയ്യുകയോ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ചെയ്താൽ മതിയാവും. ഇതേ പുണ്യം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ വളരെ പവിത്രമായിട്ടുള്ള ഒരു ദിവസമാണ്. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നാളത്തെ ദിവസം അന്നദാനം ചെയ്യണം. ആർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം. വീട്ടിൽ കാക്കകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം പ്രത്യേകിച്ചും ആദ്യം വെക്കുന്ന അന്നത്തിൽ നിന്നും, അതായത് പച്ചരിച്ചോറ് ഭഗവാന് നമ്മൾ സെപ്പറേറ്റ് ആണ് വെക്കുന്നത്, അതല്ലാണ്ട് ആദ്യം വെക്കുന്ന അന്നത്തിൽ നിന്നും കാക്കയ്ക്കുള്ളത് കൊടുക്കണം. പിന്നെ നമ്മൾ ഭഗവാന് പച്ചരിച്ചോറ് വെക്കുമ്പം ഒരുപാടൊന്നും നിങ്ങൾ വെക്കരുത്. നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ എത്രയാണോ അവർക്ക് ഉള്ളത് മാത്രം നിങ്ങൾ വെച്ചാൽ മതിയാകും. പക്ഷേ എല്ലാവരെ കൊണ്ടും ഇത് കഴിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു 4 പേരുണ്ടെങ്കിൽ 4 സ്പൂൺ പച്ചരി എടുത്താൽ മതിയാവും. ഇപ്പോൾ 2 പേരെ ഉള്ളെങ്കിൽ 2 സ്പൂൺ മതിയാവും. ഒരുപാടൊന്നും വേണ്ട. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾ സാധാരണ വെക്കുന്ന ഉള്ളി, വെളുത്തുള്ളി പോലെയുള്ള കറികളുടെ കൂടെ ഇത് കഴിക്കരുത്. ഏറ്റവും നല്ലത് തൈര്, ഉപ്പിട്ട തൈരിൻ്റെ കൂടെ ഇളക്കി കഴിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. പച്ചരി അല്ലാതെ ചാക്കരിയോ കുത്തരിയോ ഇതിന് എടുക്കുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു അന്നാഭിഷേകം നമ്മൾ ചെയ്യേണ്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. വെറും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു അരമണിക്കൂർ മാത്രം നമ്മൾ ഭഗവാന്റെ മുൻപിൽ ആ ഒരു പച്ചരിച്ചോറ് വെച്ചാൽ മതിയാവും. ശിവലിംഗമായിട്ട് നിങ്ങൾ ശിവലിംഗത്തിൽ അതിങ്ങനെ ചേർത്ത് വെക്കുന്നതാണെങ്കിലും വെറും ഒരു 15 to 20 മിനിറ്റ് മാത്രം വെച്ചാൽ മതിയാവും. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ അതെടുത്ത് ശിവലിംഗം വൃത്തിയാക്കാനും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇത് നമ്മുടെ 7 തലമുറയാണ് രക്ഷപ്പെടുന്നത്. ഇനി അടുത്ത കാര്യം, ദേവ് ദീപാവലി. ദേവ് ദീപാവലിയുടെ കഥ ഞാൻ പറഞ്ഞു. ഈ ദേവ് ദീപാവലി ദിവസം, ദീപാവലിക്ക് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വീട്ടിൽ മൺവിളക്കുകൾ കൊളുത്തിയത് അതേപോലെ കൊളുത്താൻ വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ്. ഇനി അങ്ങനെ ഞങ്ങൾക്ക് കൊളുത്താൻ സാധിക്കില്ല, താല്പര്യമില്ല, വീട്ടിലുള്ളവർ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കുറച്ച് സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ദീപം തെളിയിച്ച് വെച്ചിരിക്കണം. ഈ ഒരു ദിവസം ശിവഭഗവാനെയും വിഷ്ണു ഭഗവാനെയും, അതായത് വൈകുണ്ഠ ചതുർദശിയായ ഇന്ന് നമ്മൾ എങ്ങനെയാണോ പൂജിക്കുന്നത് അതുപോലെ പൂജിക്കാൻ നല്ല ദിവസമാണ് ശിവഭഗവാനെയും വിഷ്ണു ഭഗവാനെയും. നാളത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിൽ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ആൽത്തറയിലോ 11 ദീപങ്ങൾ കൊളുത്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് സർവ്വസമ്പൽ സമൃദ്ധി നേടിത്തരുന്നതാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ പൂജാമുറിയിൽ 11 ദീപങ്ങൾ, അത് നിങ്ങൾ കത്തിക്കുന്ന നിലവിളക്ക് മറ്റു ദീപങ്ങളല്ല, അല്ലാതെ 11 ദീപങ്ങൾ കൊളുത്താൻ ശ്രമിക്കുക. വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ആൽമരമുണ്ടെങ്കിൽ അതിന് ചുറ്റിലായിട്ടും കൊളുത്താം. ഈ 2 ഇടത്തും കൊളുത്തുന്നതും വളരെ മികച്ച ഫലം തന്നെ നിങ്ങൾക്ക് നേടിത്തരുന്നതായിരിക്കും. ഇനി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നാളെ ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആലിൻ്റെ ഒരു ഇല എടുക്കുക. ഇപ്പം നിലത്ത് വീണ് കിടക്കുന്ന ഇലയുണ്ടെങ്കിൽ അതെടുക്കാം. പറിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആൽമരത്തെ തൊട്ട് പ്രാർത്ഥിക്കണം, ഞാനൊരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇല പറിക്കുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ആഗ്രഹത്തെ സാധിച്ചു തരാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം ഇല പറിക്കാൻ. നിലത്ത് കിടക്കുന്ന ഇലയാണെങ്കിൽ അത് മതിയാവും. പക്ഷേ കീറലുകളോ മഞ്ഞ കളറുള്ള ഇലയൊന്നും എടുക്കരുത്. ആ ഇല നന്നായിട്ട് കഴുകി വാഷ് ചെയ്തിട്ട് വൈകിട്ട് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ആ പൂജയുടെ മുൻപിലായിട്ട്, ആ പൂജയുടെ കൂടെ തന്നെ ഈ ഇല വെച്ചിട്ട് ഒരൽപ്പം കുങ്കുമത്തിൽ റോസ് വാട്ടറും കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതും പച്ചക്കർപ്പൂരവും ഇട്ട് മിക്സ് ആക്കണം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ കുങ്കുമവും ശുദ്ധമായ ജലവും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മുടെ വലത്തെ കൈയിലെ മോതിര വിരൽ കൊണ്ട് അതിൽ ശ്രീം എന്ന് എഴുതണം. എഴുതിയതിന് ശേഷം മഹാലക്ഷ്മിയുടെ മുൻപിൽ വെക്കണം. മഹാലക്ഷ്മി പൂജ എല്ലാ പൗർണമിയിലും നമ്മൾ ചെയ്യുന്നതാണ്. പൂജ തുടങ്ങുന്നതിന് മുൻപ് വേണം നമ്മളിത് ചെയ്യാൻ. അതായത് പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ദീപവും കത്തിച്ചതിന് ശേഷം ആലിലയിൽ ശ്രീമെന്ന് എഴുതിയിട്ട് മഹാലക്ഷ്മിക്ക് മുൻപിൽ വെച്ചിട്ട് മഹാലക്ഷ്മി ദേവിയുടെ 108 അഷ്ടോത്തരം
ബീജാക്ഷരമോ അല്ലെങ്കിൽ ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്നുള്ള മന്ത്രമോ ചൊല്ലി അർച്ചന ചെയ്യുക. അതിനുശേഷം ഇത് നിങ്ങളുടെ വീട്ടിൽ പണം വെക്കുന്ന ലോക്കറിൽ എടുത്ത് വെച്ചിരിക്കുക. അടുത്ത വർഷത്തെ ദീപാവലി വരെ അതവിടെ ഇരുന്നോട്ടെ. ഇത് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി നേടിത്തരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം ഈ സിമ്പിളായിട്ടുള്ള പരിഹാരം ചെയ്യാൻ മറക്കരുത്. പിന്നെ വെറ്റിലയിൽ സ്വസ്തിക്ക് വരച്ചിട്ട് 5 രൂപ വെക്കുന്ന പരിഹാരം അത് ചെയ്യുന്നവരും നാളത്തെ ദിവസം മറക്കാതെ അതും ചെയ്യണം. പഴയ വെറ്റില ചവിട്ടാതെടുത്ത് കളഞ്ഞ് പുതിയ വെറ്റില എടുത്തിട്ട് അതിൽ സ്വസ്തിക്ക് വരച്ച് നടുക്ക് 5 രൂപ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ഇത് രണ്ടും ഒന്നിച്ച് ചെയ്യുന്നത് കൊണ്ടും യാതൊരുവിധ കുഴപ്പവുമില്ല. ഇനി നമ്മുടെ വീട്ടിൽ മെയിനായിട്ട് ദീപങ്ങൾ കൊളുത്തേണ്ടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പൂജാമുറിയിൽ 11 ദീപങ്ങൾ ഞാൻ പറഞ്ഞു. രണ്ടാമത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിന് 2 വശത്തും ഇടത്തും വലത്തുമായിട്ട് നെയ്ദീപം കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമം. പറ്റാത്തവർക്ക് നല്ലെണ്ണയാണെങ്കിലും മതിയാവും. 2 വശത്തും ദീപങ്ങൾ കൊളുത്തണം. വടക്കോട്ടോ കിഴക്കോട്ടോ ആയിരിക്കണം ദീപത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലെ വടക്ക് കിഴക്ക് മൂലയിൽ, ആ മൂല എന്ന് പറയുന്നത് ദേവന്മാരുടെ സ്ഥാനമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്മി നാരായണ യോഗം നമുക്കുണ്ടാകുന്ന സ്ഥലം. അവിടെ തീർച്ചയായിട്ടും ഒരു ദീപം കൊളുത്തിയിരിക്കണം. അതേപോലെ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ നമ്മളെല്ലാവരും കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിച്ച് വെക്കാറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഫിൽറ്ററിങ് ആണെന്നുണ്ടെങ്കിൽ അതിന് അടുത്തായിട്ട്, ഇപ്പോൾ ഫിൽറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭിത്തിയിലായിരിക്കും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിന് തൊട്ട് താഴെയായിട്ട്. പക്ഷേ എവിടെയാണെങ്കിലും അവിടെ ഒരു ദീപം കൊളുത്തണം. ഇത് ഗംഗാദേവിയെ സ്മരിച്ചുകൊണ്ട്, ഗംഗാദേവിക്ക് വേണ്ടി നമ്മൾ കൊളുത്തുന്നൊരു ദീപമാണ്. അതുകൊണ്ട് തന്നെ ഗംഗാദേവിയെ സ്മരിച്ചുകൊണ്ട്, ഇപ്പം ചിലവരുടെയൊക്കെ വീട്ടിൽ മൺകുടത്തിലായിരിക്കും വെള്ളം പിടിച്ച് വെച്ചിരിക്കുക. ചിലർ വീട്ടിൽ വലിയ കലത്തിൽ വെള്ളം തിളപ്പിച്ച് വെക്കാറുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണോ വെള്ളം തിളപ്പിച്ച് സൂക്ഷിക്കുന്നത്, ഫിൽറ്ററിംഗ് ആണെങ്കിൽ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ എങ്ങനെയാണോ അടുക്കളയിലോ എവിടെയാണോ നിങ്ങൾ കുടിക്കാൻ വെള്ളം വെക്കുന്നത് അതിനടുത്തായിട്ട് വടക്കോട്ടോ കിഴക്കോട്ടോ ദീപത്തിൻ്റെ ജ്വാല വരുന്ന രീതിയിൽ ഒരു ദീപം കൊളുത്തണം. നമ്മൾ 4 സ്ഥലങ്ങൾ പറഞ്ഞു. പൂജാമുറി, മെയിൻ ഡോറ്, വടക്ക് കിഴക്ക്, നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കുന്ന ആ ഒരു വെള്ളം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലത്തായിട്ട്. അടുത്തതായിട്ട് തുളസിച്ചുവട്ടിലും വടക്കോട്ടോ കിഴക്കോട്ടോ വരുന്ന രീതിയിൽ ഒരു ചെറിയ കോലമൊക്കെ വരച്ചിട്ട് അതിന് മുകളിലായിട്ട് ദീപം വെച്ച് കത്തിക്കാൻ പറ്റിയാൽ എങ്ങനെയാണെങ്കിലും തുളസിച്ചുവട്ടിലും നാളത്തെ ദിവസം നമ്മൾ ഒരു ദീപം കൊളുത്തി വെച്ചിരിക്കണം. അങ്ങനെ അല്ലാത്ത നിങ്ങൾക്ക് എത്ര ദീപങ്ങൾ വേണമെങ്കിലും ഒറ്റ സംഖ്യയിൽ കത്തിക്കാം. അതൊന്നും പറ്റാത്തവർ ഈ ഒരു രീതിയിൽ വീട്ടിൽ നാളെ ദീപങ്ങൾ കൊളുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ദീപാവലി എങ്ങനെ ആഘോഷിക്കുന്നു അതുപോലെ ദീപാവലിയും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ദൈവങ്ങളുടെ ദീപാവലി ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഫുൾ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നാളത്തെ ദിവസത്തെ ഗംഗാ സ്നാനം. ഞാൻ പറഞ്ഞിരുന്നു അതിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ഗംഗാജലം ഉണ്ടെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു തുള്ളി ഗംഗാജലം ഒഴിച്ച് കുളിക്കാം. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് ഗംഗേജ യമുനേ ചൈവ ഗോദാവരീച നർമ്മദേ സരസ്വതീ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞുകൊണ്ട് ആ ജലം ആ കുളിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവസാനത്തെ ഒരു കപ്പ് വെള്ളമായിട്ട് എടുത്തിട്ടോ നിങ്ങൾക്ക് തലവഴി ഒഴിച്ച് കുളിച്ചിട്ടിറങ്ങാവുന്നതാണ്. സൂര്യോദയത്തിന് മുൻപ് ഇത് ചെയ്തെങ്കിൽ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ. വളരെ വളരെ നല്ല പോസിറ്റീവ് എനർജി നമ്മളിലോട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതേപോലെ തന്നെ നാളത്തെ ദിവസം വീട് മുഴുവൻ ഗംഗാജലം സ്പ്രിങ്കിൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഗംഗാജലം ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം കപ്പിലെടുത്തിട്ട് ഗംഗേജ യമുനേ ജൈവ ഗോദാവരീച നർമ്മദേ സരസ്വതീ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം വീട് മുഴുവൻ തെളിക്കുന്നതും വളരെ നല്ലതാണ്. നാളത്തെ ദിവസം വീടിൻ്റെ 2 സൈഡിലും മാവില തോരണങ്ങൾ നിങ്ങൾക്ക് കെട്ടാവുന്നതാണ്, അല്ലെങ്കിൽ മാവില കൊത്ത് വെക്കാവുന്നതാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ രംഗോളി ഇടാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാമോ അതൊക്കെ നാളത്തെ ദിവസം ചെയ്യാം. വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത്. സോ എല്ലാവരും നാളത്തെ ദിവസം മറക്കാതെ, ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്താൽ അത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് എന്ത് പറ്റുമോ അതെങ്കിലും നിങ്ങൾ നാളെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നാളത്തെ ദിവസം ആലിന് 7 തവണ പ്രദക്ഷിണം വെക്കുന്നതും വളരെ നല്ല ഫലങ്ങൾ തരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, കാർത്തിക മാസത്തിലെ ദീപദാനത്തിൻ്റെ അവസാനത്തെ ദിവസമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ ദീപം ദാനം ചെയ്യാം, ആൽമര ചുവട്ടിൽ ദീപം ദാനം ചെയ്യാം, നെല്ലിമര ചുവട്ടിൽ, കൂവളമര ചുവട്ടിലൊക്കെ ദീപം ദാനം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും അതും ചെയ്യാൻ ശ്രമിക്കണം.
കാരണം ഈ ഒരു ദേവ് ദീപാവലി ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ എത്രമാത്രം ദീപങ്ങൾ കൊളുത്തുന്നോ അതിനനുസരിച്ച് നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം വന്ന് ചേർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പം നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടുന്ന ലക്ഷ്മി പൂജ ഞാൻ പറഞ്ഞല്ലോ 108 പ്രാവശ്യം. അങ്ങനെ അല്ലാത്ത ഒരു ചെറിയ ലക്ഷ്മി പൂജ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഷോർട്സും കൂടി ഇട്ടിരിക്കാം. എല്ലാം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ടാണ്. പിന്നെ നാളെ നമ്മുടെ വീട്ടിൽ ഒരു വർഷത്തേക്ക് ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു ചെറിയ റിച്വലുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോയും ഞാൻ വൈകിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.